നമസ്കാരം. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ആ ചന്ദ്രനടി എല്ലാവരും കണ്ടു കാണും. എന്തായാലും മലയാളത്തിൽ ഒരു പുതിയ വാക്ക് അദ്ദേഹം ഇന്നലെ ആ പരിപാടിയോട് കൂടി തന്നെ സമ്മാനിച്ചിട്ടുണ്ട്. അതായത് കുമ്മഴണിക്ക് ശേഷം നമുക്കൊരു പുതിയ വാക്ക് കൂടി കിട്ടിയിരിക്കുന്നു, ചന്ദ്രനടി. രാജീവ് ചന്ദ്രശേഖർ ഇതൊക്കെ ഞമ്മന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എട്ടുകാലി മമ്മുഞ്ഞ് കാണിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതാണ്. അവസാനം ട്രോളന്മാർ ഉടുത്ത ശേഷം സത്യത്തിൽ ഇപ്പോഴും നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ ഏറിലാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. മാത്രവുമല്ല, മന്ത്രി മുഹമ്മദ് റിയാസും നല്ല കണക്കിന് എടുത്ത് ഭിത്തിയിൽ അടിച്ച് ഒട്ടിക്കുന്ന രീതിയിൽ വലിയ ട്രോളുകൾ നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ആ ഒരു ഗംഭീരമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ വലിച്ചൊട്ടിച്ചുകൊണ്ടുള്ള പ്രതികരണം അത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വളരെ മോശമായിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തി ഈ നഴ്സറി കുട്ടികളൊക്കെ ചിണുങ്ങുന്ന പോലെ കിടന്ന് ചിണുങ്ങുന്ന കാഴ്ചയൊക്കെ ഇന്ന് ആലപ്പുഴയിൽ ബി.ജെ.പി നടത്തിയ കൺവെൻഷനിടയിൽ കാണാനിടയായി. അപ്പോ ഇന്നതാ രാജീവ് ചന്ദ്രശേഖറിന് ഗംഭീരമായിട്ടുള്ള മറുപടി നൽകിക്കൊണ്ട് തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നിട്ടുണ്ട്. ആര്യ രാജേന്ദ്രൻ പൊള്ളിച്ചടക്കി FB ഒരു ഗംഭീര പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഞാനതൊന്ന് വായിക്കാം. നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി നമ്മുടെ ആര്യ രാജേന്ദ്രൻ എഴുതിയ ഒരു കുറിപ്പാണ്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ശ്രീ രാജീവ് ചന്ദ്രശേഖറിനോട്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും നാടിനോടുള്ള പ്രതിബദ്ധതയുടെയും ഫലമായി പൂർത്തീകരിക്കപ്പെട്ട പദ്ധതിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അത് രാജ്യത്തിന് അഭിമാനമാണ് എന്ന അങ്ങയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഈ പദ്ധതിയിൽ അങ്ങയുടെയോ അങ്ങയുടെ പാർട്ടിയുടെയോ യാതൊരുവിധ സംഭാവനയുമില്ല. 5595 കോടി രൂപ സംസ്ഥാന സർക്കാരും 2454 കോടി രൂപ അദാനി പോർട്ട് ലിമിറ്റഡും മുടക്കുന്ന ഈ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ VGF ഇനത്തിൽ നൽകേണ്ടത് 818 കോടിയാണ്. രാജ്യത്ത് ആദ്യമായി വൈബ്രേറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടക്കേണ്ടി വരും വിധം വായ്പയാക്കി നൽകി അങ്ങയുടെ പാർട്ടി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ കേരളത്തോടുള്ള നയം വ്യക്തമാക്കി കഴിഞ്ഞതാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ഈ സംസ്ഥാനത്തോട് നിങ്ങളും കേന്ദ്ര സർക്കാരും സ്വീകരിച്ച നിലപാട് എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അർഹതപ്പെട്ട പണം പോലും നൽകാതെ ഒരു സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരിച്ചമർത്തിക്കൊല്ലാൻ നടത്തുന്ന പരിശ്രമങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. അങ്ങ് ഇന്നലെ വിഴിഞ്ഞത്ത് പരിപാടിക്ക് എത്തുന്നതിന് എത്രയോ മുമ്പ് അതേ പരിപാടി സ്ഥലത്ത് എത്തിയ ആളാണ് ഞാൻ. സ്വാഗത സംഘത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് വേദിയിലെ ക്രമീകരണങ്ങളെല്ലാം പരിശോധിച്ച ശേഷം പുറത്ത് മറ്റു നഗരവാസികളോടൊപ്പം നിൽക്കുകയും അതിനുശേഷം സമയമായപ്പോൾ മാത്രം വേദിയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പ്രവർത്തകർ നേരത്തെ വരുന്നത് കൊണ്ടാണ് ഞാനും വന്നത് എന്ന് അങ്ങ് പറയുമ്പോൾ അങ്ങ് അവരോടൊപ്പമല്ലേ നിൽക്കേണ്ടിയിരുന്നത് എന്ന ചോദ്യം ബാക്കിയാണ്. വേദിയിൽ ഒറ്റയ്ക്കിരുന്ന് കൈപൊക്കി മുദ്രാവാക്യം വിളിക്കുകയും താഴെ നിൽക്കുന്നവരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നതിലെ ജാളിതയും നാണക്കേടും കണ്ടു നിന്നവർക്കുണ്ടായത് സ്വാഭാവികമാണ്. കാരണം സാധാരണ നിലയ്ക്ക് മലയാളികൾക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നത് അങ്ങക്ക് മനസ്സിലാകാത്തത് ഈ നാടിനെ കുറിച്ച് വേണ്ടവണ്ണം അറിയാത്തത് കൊണ്ടാണ്. അതിനെയാണ് വേദിക്ക് താഴെ വെച്ച് കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയും സംസ്ഥാനത്തിന്റെ മന്ത്രിയുമായ ശ്രീ മുഹമ്മദ് റിയാസ് വിമർശിച്ചത്. താങ്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്പത്തരമാണെന്ന മിനിമം വിമർശനമേ അദ്ദേഹം ഉന്നയിച്ചുള്ളൂ. അത് അദ്ദേഹത്തിന്റെ മാന്യതയാണ്. എന്നാൽ അതിനോടുള്ള താങ്കളുടെ പ്രതികരണം താങ്കളുടെ നിലവാരം തെളിയിക്കുന്നതായിരുന്നു. താങ്കൾ ഇരുന്നിരുന്ന കസേരയിൽ മുമ്പൊരാൾ ഇരുന്നിരുന്നു. അദ്ദേഹം കൊച്ചി മെട്രോയിൽ വലിഞ്ഞു കയറി മലയാള ഭാഷയ്ക്ക് ഒരു വാക്ക് സമ്മാനിച്ചിട്ട് ഗവർണറായി നാടുവിട്ടുപോയതാണ്. ഇത് ആ കസേരയുടെ പ്രത്യേകതയാവും. കാലാകാലങ്ങളിൽ അതിലിരിക്കുന്നവർ ഓരോ വാക്കുകളുടെ പ്രതീകങ്ങളാകുന്നത് എന്നാണ് ആര്യ രാജേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്ത മറുപടി. വളരെ മോശമായ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. എന്തായാലും നന്നായി അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. വേറെ ഒന്നും കൊണ്ടല്ല, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം ബോറനാണെന്നും എത്രത്തോളം ആ ഒരു മനുഷ്യൻ ചെറുതാണെന്നും ഒക്കെ കാണിച്ചു തരുന്ന ഒരു പ്രതികരണമാണ് നമ്മൾ ഇന്ന് ആലപ്പുഴയിൽ കണ്ടത്. മൊത്തം ഇന്ത്യയിലും കേരളയ്ക്ക് വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ, ആഘോഷിക്കുമ്പോൾ, സന്തോഷമായൊരു ദിനം ആണ് കാണുമ്പോൾ ഞാൻ പേരെടുക്കുന്നില്ല, ചില രാജവംശത്തെ അവർക്ക് ഒരു സങ്കടം. എന്താണ് സങ്കടം? ഞാൻ നേരത്തെ വന്നു. എന്തുകൊണ്ട് നേരത്തെ വന്നു? പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സംസ്ഥാന പ്രസിഡന്റാണ്, അവരുടെ ഒപ്പം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു. അവിടെ ഒരു 8:45-നെത്തി.
മറ്റവരെല്ലാം VIP ലൗഞ്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം എനിക്ക് വേദിയിൽ പോയി എന്നെ പ്രവർത്തകരെ കാണണം, അവരെ ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി. എന്നിട്ട് അവിടെ ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കി ജയ് പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാത്തൊരു സങ്കടം. ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തുറമുഖത്തിന്റെ ആ പദ്ധതിയുടെ എല്ലാ രീതിയിലുള്ള നേട്ടങ്ങളും അത് തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കേരളം അറിയാതെ നടത്തിയ പല അഡ്വർടൈസ്മെന്റുകളും നമ്മൾ കണ്ടതാണ്. അതായത് കേരളത്തിന് പുറത്തുള്ള പല മാധ്യമങ്ങളിലുമൊക്കെ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ പരസ്യം കൊടുത്തുകൊണ്ട് അതിൽ നരേന്ദ്രമോദിയുടെ ചിത്രം കൊടുത്തുകൊണ്ട് ഇതൊക്കെ ഞമ്മന്റെയാണ് എന്ന ഇട്ടുകാലി മമ്മൂഞ്ഞുകാലി അവിടെ പിണറായി വിജയൻ ആ പരിപാടിയിൽ നരേന്ദ്രമോദി ഇരുത്തി പൊളിച്ചടക്കിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്. കേരളത്തിൽ നടപ്പിലാക്കുന്ന വികസനങ്ങൾ അതൊക്കെ ഞമ്മണ്ടതാണ് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഇങ്ങനെ ചില ഗിമ്മിക്ക് നമ്പർ കാട്ടി നടക്കുന്നു. സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ വിചാരിച്ചത്, അതായത് ആ വേദിയിൽ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ വിചാരിക്കും ഇത് രാജീവ് ചന്ദ്രശേഖറിന്റെ അതായത് പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഭാവനയാണ് എന്ന് ചിന്തിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ വിചാരിച്ചത്. പക്ഷെ ഇത് കേരളമാണല്ലോ. നമ്മുടെ കേരളത്തെ പറ്റിയും മലയാളികളെ പറ്റിയും രാജീവ് ചന്ദ്രശേഖറിന് എന്തറിയാം? കേരളം എന്ന് പറയുന്ന വാക്കുപോലും മര്യാദക്ക് പറയാൻ പോലും അറിയാത്ത ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖരൻ. കേരളം എന്നൊക്കെ ഇന്ന് ആലപ്പുഴയിൽ നടത്തിയ കൺവെൻഷനിൽ പറഞ്ഞത് കേരളം എന്നാണ്. ഭരണഘടന എന്ന് പറയുന്നത് പോലും ഭരണഘട എന്നാണ്. സത്യത്തിൽ ഒരു മലയാള വാക്ക് പോലും നന്നായിട്ട് ഉച്ചരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് മലയാളികളെ പറ്റിയും മലയാളി നാടിനെ പറ്റിയും എന്തറിയാം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. വിഴിഞ്ഞം തുറമുഖ ആ പദ്ധതിയിൽ ആ ഉദ്ഘാടന ചടങ്ങിലെത്തിയ ആളുകൾ മുഴുവനും സത്യത്തിൽ ഇദ്ദേഹത്തെ നോക്കി കണ്ട് ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. സമൂഹ മാധ്യമങ്ങളിൽ എടുത്തുടുക്കുമ്പോഴും അതെന്റെ എന്തോ വലിയ നേട്ടമാണ്, അതെന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിലാണ് ഇങ്ങേര് ഇന്ന് ആലപ്പുഴയിൽ പ്രസംഗിച്ചു കണ്ടത്. എന്നാൽ സത്യത്തിൽ എത്രത്തോളം അപഹാസ്യനായി മാറുകയായിരുന്നു എന്ന് ചിന്തിക്കാൻ ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നില്ല എന്നുള്ളത് ആണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാടിന്റെ വികസനത്തിന്, ഈ രാജ്യത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടുന്ന ഒരു വലിയ പദ്ധതി, ആ പദ്ധതി നമ്മുടെ ഈ കേരളത്തിൽ അത് നടപ്പിലാക്കുമ്പോൾ കേരളം രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറുമ്പോൾ സത്യത്തിൽ ഇന്നലെ ചിരികൊണ്ട് ഒരു വലിയ എന്താ പറയുക ഒരു മാലപ്പടക്കം പൊട്ടിച്ച വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഈ മൊയന്ത് ഇന്നലത്തെ ആ പരിപാടിയിൽ നരേന്ദ്രമോദിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ട് കുറെ നമ്പറൊക്കെ അടിച്ചിട്ട് ഷൈൻ ചെയ്യാനുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ നീക്കങ്ങളെ പോലും പൊളിച്ചടക്കി എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെ ചിത്രത്തെക്കാൾ കൂടുതൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഇരിപ്പാണ്. ആ ഇരിപ്പ് കണ്ട് ചിരിച്ച് സത്യത്തിൽ BJP-ക്കാർ പോലും ഒരു പരുവത്തിലായി കാണുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാജീവ് ചന്ദ്രശേഖർ എന്തായാലും വട്ടി കൊടുത്ത് അടി മേടിച്ചു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറിന് ആര്യ രാജേന്ദ്രൻ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, ആ മറുപടി രാജീവ് ചന്ദ്രശേഖർ അർഹിക്കുന്നുണ്ട്. ഒരു ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ കുറച്ചൊക്കെ നിലവാരമാകാം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇമാതിരി വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ BJP ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പയറ്റുന്ന രീതിയിലുള്ള പല തന്ത്രങ്ങൾ എടുത്ത് പയറ്റിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കും എന്ന വല്ല തോന്നലും രാജീവ് ചന്ദ്രശേഖരനുണ്ടെങ്കിൽ വന്നതിനേക്കാൾ വേഗതയിൽ തിരിച്ചങ്ങോട്ടേക്ക് പോകാം. ഞാനിവിടെ താമര വിരിയിപ്പിച്ചിട്ട് ഈ സംസ്ഥാനം പിടിച്ചിട്ട് പോകൂ എന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ പല പരിപാടികളും പ്രസംഗിച്ച് കേൾക്കുന്നത്. എന്തായാലും കേരളത്തിൽ ഇതൊന്നും നടക്കില്ലപ്പ എന്ന് നന്നായി തന്നെ മനസ്സിലാക്കിയിട്ട് മലയാളികൾ എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ എന്തായാലും മടക്കി അയക്കൂ. അങ്ങ് കർണാടകയിലേക്ക് പോകുമ്പോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പറയാം കേരളം പിടിക്കാൻ പറ്റില്ലപ്പാ, അവിടെ താമര വിരിപ്പിക്കൽ എളുപ്പമല്ലപ്പാ, വിരിഞ്ഞ താമരകളെല്ലാം കൊഴിഞ്ഞപ്പാ എന്ന്. ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞ് കാണാം. നേമത്ത് ഒരു അക്കൗണ്ട് തുറന്നിരുന്നു അല്ലെ, എന്താണ് സംഭവിച്ചത്? അത് ഇവിടുത്തെ ജനങ്ങൾ പൂട്ടിച്ചു. ഇപ്പൊ തൃശ്ശൂരിൽ ഒരെണ്ണം തുറപ്പിച്ചിട്ടുണ്ട്, അതും ഇവിടുത്തെ ജനങ്ങൾ പൂട്ടിക്കുന്ന അവസ്ഥയുണ്ടാകും. അത് കാണാനുള്ള ഭാഗ്യം എന്തായാലും BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.